പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് നയനയും ചന്തുമോളയും കൂടി ട്രിപ്പിന് പോയിരിക്കുകയാണല്ലോ. വളരെയധികം സന്തോഷത്തിൽ അടിച്ചു പൊളിക്കുകയാണ് 3 പേരും. അതിനിടയ്ക്ക് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചന്തുമോളയെ എടുത്ത് വട്ടം കറക്കുന്നുണ്ട് 2 പേരും. ഏതായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ അബിയുടെ ഫോണിൽ വരുന്നുണ്ട്. അബി അത് നവ്യക്ക് കാണിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നവ്യയെ ചൂട് കാറ്റുകയാണ്. നവ്യ പറയുന്നുണ്ട്, സ്വത്തൊക്കെ ഭാഗം വെച്ചിരുന്നെങ്കിൽ നമുക്ക് അതും വാങ്ങി മറ്റെവിടേക്കെങ്കിലും താമസിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പേക്കൂത്തൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അബി പറയുന്നുണ്ട്, സ്വത്ത് ഭാഗം വെച്ചാലും നമുക്ക് അധികമൊന്നും കിട്ടാൻ പോകുന്നില്ല നവ്യെ. എല്ലാം ആദർശിനും എനിക്കുമായിരിക്കും കൊടുക്കുക. ഞാൻ ഈ വീട്ടിലെ അംഗമല്ലല്ലോ. അന്നേരം നവ്യ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് അത് അറിയാത്തത് നന്നായി. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു. അത് കേട്ട അബി പറയുന്നുണ്ട്, അപ്പോൾ നീ ആദർശിനെ ആയിരിക്കും കല്യാണം കഴിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അത് അറിയാതിരുന്നത് നന്നായി എന്ന്. അല്ലെങ്കിൽ ഞാൻ ആ ചതിയനെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം തന്നെ നാശമാക്കുമായിരുന്നു. ഈ നയനയ്ക്ക് ഇപ്പോഴൊന്നും കാര്യം മനസ്സിലാകില്ല. ഇനിയാണ് അവൾ പാഠം പഠിക്കാൻ പോകുന്നത്. ഈ അനഘ റിക്കവറായിട്ട് ഇവിടെ വരുമ്പോൾ അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിൽ ഉറപ്പായിട്ടും ആദർശേട്ടൻ അവളെ ഏറ്റെടുക്കേണ്ടി വരും. അന്നേരം അവ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഞാനായിരിക്കുമെടി. അന്ന് നീ എന്നെ കൊല്ലുകയും ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവ പറയുന്നുണ്ട്, പക്ഷെ അവൾ റിക്കവർ ആകത്തില്ല. അതുപോലത്തെ ഒരു രോഗമാണ് അവൾക്കുള്ളത്. പിന്നെ നവ്യ പറയുന്നുണ്ട്, ഞാൻ ഈ ഫോട്ടോ ഒക്കെ അമ്മക്കും അച്ഛനും അയച്ചു കൊടുക്കട്ടെ. പിന്നെ കാണിക്കുന്നത് ദേവയാനി നയനയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. കനക വിളിച്ചത് കൊണ്ടാണ് ചെല്ലുന്നത്. ഏതായാലും നവ്യ നയന കുഞ്ഞുമായിട്ട് ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന വീഡിയോ ഒക്കെ ഗോവിന്ദനും കനകവും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുവാനാണ് ദേവയാനിയോട് വരാൻ പറഞ്ഞത്. അങ്ങനെ ദേവയാനി അവിടെ എത്തുമ്പോൾ കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് നമ്മുടെ കനകയും ഗോവിന്ദനും ഉള്ളത്. ഗോവിന്ദൻ പറയുന്നുണ്ട്, ഏതായാലും കുഞ്ഞിനെയും കൂട്ടി അവർ ട്രിപ്പിനൊക്കെ പോയി, അതൊക്കെ പോയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഫോട്ടോവും വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എന്തിനാണ് അയച്ചു തരുന്നത്? അത് കാണാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നത് നവ്യയാണ്. ഇനി നിങ്ങൾ നയനയോട് പറയണം, അങ്ങനെയുള്ള ഫോട്ടോ ഒന്നും നവ്യക്കും അയച്ചു കൊടുക്കരുത് എന്ന്. അത് കേട്ടപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി, ഞാൻ അവളോട് പറയാം. എന്നിട്ട് ഗോവിന്ദനോടും കനകയോടുമായി ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നയനമ്മൾ ഒരിക്കലും തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവളല്ലെന്ന് നിങ്ങൾക്കും അറിഞ്ഞുകൂടെ? ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവൾ തീർച്ചയായും അവനെ വിട്ട് ഇവിടെ വന്ന് നിന്നേനെ. അവൻ്റെ ഭാഗത്തുള്ള ന്യായം കണ്ടിട്ടാണ് അവൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ആദർശ് തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരോട് സത്യങ്ങൾ തുറന്നു പറയാനും പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ചില നേരത്ത് സത്യം എന്തെന്ന് മനസ്സിലാക്കിയാലും അത് തുറന്നു പറയാൻ പറ്റാത്ത ഒരു ഗതികേട് ഉണ്ടാകും. മനുഷ്യനും അത്തരം സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് മാത്രം വിശ്വസിക്കുക, നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റും ആദർശ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിൽ എത്തിയപ്പോൾ അപ്പോഴേക്ക് ട്രിപ്പിന് പോയ ആദർശ നയനയും ചന്തുമോളും തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നയനയുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ നയനയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബി ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മുത്തച്ഛനോടും മുത്തശ്ശിയോടും അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ മുത്തച്ഛൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചാലും നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടനായ ആദർശിൻ്റെ അനുഗ്രഹവും വാങ്ങേണ്ടതാണെന്ന്. എന്നാൽ അബിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആദർശേട്ടന് ഒരു പേരുദോഷം കേൾപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അനുഗ്രഹം വാങ്ങാമായിരുന്നു. ഇപ്പോൾ ഞാൻ ആദർശേട്ടൻ്റെ കാല് തൊട്ട് വന്നിച്ചാൽ ഏറ്റവും അധികം എന്നെ വിമർശിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയായിരിക്കും. ബാക്കി എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ വാങ്ങിച്ചു കൊള്ളാം. അപ്പോൾ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് താഴെ സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പെട്ടെന്ന് ആദർശ് തിരിഞ്ഞു നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.